സോ ഇനി നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലെ ഫിറ്റിംഗ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാം. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് പഠിച്ചു. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിലും ഫിറ്റിംഗ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇഫ് വി വോണ്ട് ടു ഫിറ്റ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ടു എ ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വി ഹാവ് ടു കമ്പ്യൂട്ട് ദ മീൻ ഓഫ് ദി ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് അത് ഫിറ്റിംഗ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കണം. കാരണം നമുക്കറിയാം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് സിംഗിൾ പാരാമീറ്റർ ഉള്ളത് മീനാണ്. എം നമ്മൾ കണ്ടുപിടിക്കണം. Then once m is known, Poisson distribution is obtained by putting that value of m in the formula. അങ്ങനെ എം കിട്ടിക്കഴിഞ്ഞാൽ എന്താ, നമുക്ക് എക്സ് ഏത് വാല്യൂസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്ത് എമ്മും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ പറ്റും. ദ എക്സ്പെക്റ്റഡ് ഓർ തിയറിറ്റിക്കൽ ഫ്രീക്വൻസീസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ പുട്ടിംഗ് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര in the formula e raised to minus m into m raised to x by x factorial. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കി വെക്കാം. ഫിറ്റ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദി ഫോളോയിങ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് ദി തിയറിറ്റിക്കൽ ഫ്രീക്വൻസീസ്. ഇതേപോലെ തന്നെയാണ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ പറയുക. ഫിറ്റ് എ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഒരു ഡിസ്ക്രീറ്റ് സീരീസാണ്. എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4. ഇനി 0 വരാനുള്ള ചാൻസ് 123, 1 വരാനുള്ള ചാൻസ് 59, 2ൻ്റെ ഫ്രീക്വൻസി 14, 3ൻ്റെ ഫ്രീക്വൻസി 3, 4ൻ്റെ ഫ്രീക്വൻസി 1. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ എം കണ്ടുപിടിക്കണം. എം എന്ന് പറഞ്ഞാൽ മീനാണ്. ഒരു ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ സ്റ്റാറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ബാർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ആവറേജ് ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ടേബിൾ വരയ്ക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനിലും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ എസ് ക്വസ്റ്റിനായിട്ട് ചോദിക്കാറുള്ളതാണ് ഈ ഫിറ്റിംഗ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു ടേബിൾ വരയ്ക്കണം. മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് എന്നുള്ളൊരു കോളം കൊടുക്കുക, എഫ് എന്നുള്ള കോളം കൊടുക്കുക. ഇത് രണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് ഈ രണ്ട് കോളം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കോളം കൊടുക്കും. എഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ടോട്ടൽ 100 ആണ്. എഫിൻ്റെ ടോട്ടൽ 200 ആണ്. ഇനി നമ്മൾ എക്സ് ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല എന്താ? സിഗ്മ എഫ് എക്സ് ബൈ എൻ. സിഗ്മ എഫ് എക്സ് എത്രയാണ്? 100. ക്യാപിറ്റൽ ലെറ്റർ എൻ 200. അപ്പോൾ 100 ബൈ 200 ഇസ് ഈക്വൽ ടു 0.5. അപ്പോൾ എം നമുക്ക് 0.5 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ എം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഏത് വാല്യൂ ആയാലും കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഇ റേസ് ടു മൈനസ് 0.5 ഇൻറ്റു 1.5 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി നിങ്ങൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത പോലെ തന്നെ 3 കോളം വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ എക്സ്, രണ്ടാമത്തെ കോളം പി ഓഫ് എക്സ്, അതായത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓരോ എക്സ് വാല്യൂസും. എന്നിട്ട് ലാസ്റ്റ് കോളം എന്താ ചെയ്യുക? ഈ പി ഓഫ് എക്സ് എന്നുള്ള രണ്ടാമത്തെ കോളത്തിൽ കിട്ടിയ ആൻസറിനെ ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പോൾ ഓരോ കോളം നോക്കൂ. എക്സ് 0 ആകുമ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് 0.5 ഇൻറ്റു 0.5 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.065. അതിനെ ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 200 ഇൻറ്റു 0.6065 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കൂ, ഇവിടെ ഈ ആൻസറിൽ എഴുതിയത് ഒരു തെറ്റാണ്. നിങ്ങളത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ആൻസറാണ് കിട്ടുക നോക്കുക. ആ ആൻസർ കൊണ്ടാണ് 200 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ടെക്സ്റ്റിലത്തെ ആൻസർ നോക്കണ്ട. നിങ്ങൾക്ക് ഈ റേസ് ടു 0.5 ഇൻറ്റു 0.5 റേസ് ടു 0 ബൈ 0 ഫാക്ടറിൽ എന്ത് ആൻസർ ആണോ കിട്ടുന്നത് അതിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഒരു സ്ഥലത്ത് 0.065 മറ്റേ സ്ഥലത്ത് 0.6065 ആണ്. അത് നോക്കണ്ട. എല്ലാ വാല്യൂസും നിങ്ങൾക്ക് എന്താണോ ആൻസർ കിട്ടുന്നത് അതിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് കോളത്തിലുള്ള അതാണ് നമ്മുടെ തിയറിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. കണ്ട 120, 160, 115, 3 എന്നൊക്കെ എഴുതിയിട്ടില്ലേ? അതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ ഇങ്ങനെയാണ് ഫിറ്റിംഗ് ചെയ്യുക. എളുപ്പമാണ്. അവിടെയാണ് ബൈനോമിയലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? സ്മോൾ ലെറ്റർ എൻ തന്നിട്ടുണ്ടാവും, പിയും ക്യൂവും എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ 6 അതിൽ ഓൾറെഡി ഏതൊക്കെ വാല്യൂസ് എടുക്കാമെന്ന് തന്നിട്ടുണ്ടാവും. ഇവിടെയാണെങ്കിൽ എം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അടുത്തത്, എ സിസ്റ്റമാറ്റിക് സാമ്പിൾ ഓഫ് 100 pages was taken from the concise Exophoria dictionary and the observed frequency distribution of foreign words per page was found to be as follows. Calculate expected frequencies using Poisson distribution. Also compute variance of the fitted mean. Okay.
അപ്പോൾ ഇങ്ങനെ അതായത് ഒരു 100 പേജ് എടുത്ത് നോക്കിയപ്പോൾ എക്സോഫോറിയ ഡിക്ഷണറിയുടെ 100 പേജ് എടുത്തപ്പോൾ അതിനെന്താ കണ്ടത്? ഫോറിൻ വേർഡ്സ് ചിലത് വന്നിട്ടുണ്ട് ഈ ഡിക്ഷണറിയിൽ. ആ ഫോറിൻ വേർഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് താഴെ തന്നിരിക്കുന്നത്. 0 വരാനുള്ള ചാൻസ് 42, 1 വരാനുള്ള ചാൻസ് 27, അങ്ങനെ 6 വാക്ക് വരെ വരാനുള്ള ചാൻസ്. നമ്പർ ഓഫ് ഫോറിൻ വേർഡ്സ് പെർ പേജാണ്. അപ്പോൾ 6 ഫോറിൻ വേർഡ്സ് പെർ പേജ് വരാൻ 1 ചാൻസ്. അതാണ് ആ ഡിസ്ട്രിബ്യൂഷൻ തന്നേക്കുന്നത്. ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? കമ്പ്യൂട്ട് വേരിയൻസ് ഓഫ് ഫിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, ഇത് ഫിറ്റിങ്ങും ചെയ്യണം അല്ലേ? അതാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ തന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ മീൻ കണ്ടുപിടിക്കണം. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ മീൻ കണ്ടുപിടിക്കാനായിട്ട് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, രണ്ടും സെയിം തന്നെയാണ്. അത് ചെയ്യണം. അതിന് നമ്മൾ ഒരു ടേബിൾ വരയ്ക്കുന്നു. എക്സ് കോളം, എഫിൻ്റെ കോളം, എഫ് എക്സിൻ്റെ കോളം. അപ്പോൾ സിഗ്മ എഫ് 100 കിട്ടണം, സിഗ്മ എഫ് എക്സ് 99 കിട്ടണം. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ 99/100 ആണ്. അപ്പോൾ 0.99 എം കിട്ടി. എം മാത്രമേ നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ പാരാമീറ്ററുള്ള എം കണ്ടുപിടിച്ചാൽ ബാക്കി എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. ഇനി നമ്മൾ 3 കോളം വരയ്ക്കുന്നു. എക്സിനൊരു കോളം, പി ഓഫ് എക്സിനൊരു കോളം, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിക്ക് അതായത് പി ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എൻ, അതിന് വേറൊരു കോളം. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3, 4, 5, 6 വരെ എടുക്കും. പിന്നെ പി ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഏതാ വരിക? 0 വരും. 1 ആകുമ്പോൾ 1, അങ്ങനെ ഓരോ വാല്യൂസും വരും. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് കോളം ആ പി ഓഫ് എക്സ് എന്നുള്ള കോളത്തിൽ കിട്ടിയ ഉത്തരം എന്താണോ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 37.2, 36.8 എന്നുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ഈ ക്വസ്റ്റിൻ്റെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഓൾസോ വേരിയൻസ് എന്നുള്ളത്. വേരിയൻസും മീനും പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ സെയിം ആണ്. അത് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും എൻഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 500 items selected for inspection, 0.2% are found to be effective. Find how many lots will contain exactly no defective if there are 1000 lot. നോ ഡിഫക്റ്റീവ്. അപ്പോൾ നോ ഡിഫക്റ്റീവ് ഒറ്റെണ്ണം കേടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 0 ആയിരിക്കും അല്ലേ? എക്സ് എടുക്കുന്ന വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ ഒരു 1000 ലോട്ട് ഉണ്ടെങ്കിൽ അതിൽ ഒറ്റ ഡിഫക്റ്റീവ് ഇല്ലാണ്ടിരിക്കാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. അപ്പോൾ 0.2% എന്ന് പറഞ്ഞാൽ നമ്മുടെ പി പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ വളരെ സ്മോൾ ആവുമെന്ന് അറിയാം. പി എത്രയാ? ഈക്വൽ ടു 0.2% ആണ്. അപ്പോൾ 0.2/100. അപ്പോൾ 0.002 ആണ് നമ്മുടെ പി. അപ്പോൾ എം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എൻ ഇൻറ്റു പി. 500 എണ്ണത്തിലാണ് 0.2%. അപ്പോൾ 500 ഇൻറ്റു 0.002 ഈസ് ഈക്വൽ ടു 1. നമ്മുടെ എം എന്താ? 1 ആണ്. ഇനി നമുക്ക് 0 വരാനുള്ള ചാൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അതിൽ എമ്മിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇ റേസ് ടു -1 ഇൻറ്റു 1 റേസ് ടു 0/1 ഫാക്ടോറിയൽ. നമ്മുടെ ആൻസർ കിട്ടുക 0.3679. ഇനി 1000 എണ്ണത്തിൽ എത്ര ചാൻസ് ഉണ്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ട് പ്രോബബിലിറ്റീനെ മൾട്ടിപ്ലൈ ചെയ്യണം. 1000 ഇൻറ്റു 0.3679, അതായത് 368. ഇത് ഫിറ്റിംഗ് അല്ല, ഇത് നമ്മൾ മുമ്പ് പഠിച്ച പോലത്തെ പ്രോബ്ലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ ഫാക്ടറി ടേണിംഗ് ഔട്ട് optical lenses, there is a small chance of 1/500 for any one lenses to be defective. ഏതെങ്കിലും ഒരു ലെൻസ് കേട് വരാൻ 1/500 ചാൻസ് ഉണ്ട്. അതായത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/500 ആണ്. ദ ലെൻസ് ആർ സപ്ലൈഡ് ഇൻ പാക്കറ്റ് ഓഫ് 10. 10 എണ്ണത്തിൻ്റെ പാക്കറ്റിലാണ് ലെൻസ് സപ്ലൈ ചെയ്യണം. യൂസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പാക്കറ്റ് കണ്ടെയ്നിങ് നോ ഡിഫക്റ്റീവ്. ഒറ്റ എണ്ണം ഡിഫക്റ്റീവ് അല്ലാണ്ടിരിക്കാനുള്ള സാധ്യത, അതായത് 0. ഓക്കെ, 0 ആണ് എക്സിൻ്റെ വാല്യൂ എടുക്കുക. രണ്ടാമത്തെ 1 ഡിഫക്റ്റീവ്. അപ്പോൾ എക്സ് ഏത് വാല്യൂ എടുക്കുക? 1 എന്നുള്ള നമ്പർ എടുക്കും. ലെൻസസ് ഇൻ എ കൺസൈൻമെൻറ്റ് ഓഫ് 20,000 പാക്കറ്റ്. അങ്ങനെ 20,000 പാക്കറ്റിൽ ഈ 0 വരാനും 1 വരാനുള്ള ചാൻസ് ആണ് ചോദിച്ചേക്കുന്നത്. എം ഇ റേസ് ടു -0.02 ഈസ് ഈക്വൽ ടു ആ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ എത്ര? സ്മോൾ ലെറ്റർ എൻ 10 ആണ്. നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/500. സോ എം ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി. എൻ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 0.002. അപ്പോൾ നമുക്ക് എം കിട്ടും. എം 0.02 ആണ് കിട്ടുക. ഈ 2 ചോദ്യം ചോദിച്ചേക്കുന്നത് നോ ഡിഫക്റ്റീവ് ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പോൾ എക്സ് ഏത് വാല്യൂ എടുക്കുക? 0. അപ്പോൾ ഇ റേസ് ടു -0.02 ഇൻറ്റു
0.02 റേസ് ടു 0/0 ഫാക്ടോറിയൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 0 ആകുമ്പോൾ 0.9802 ആണ് 0 ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ്. ഇനി 20,000 എണ്ണത്തിൽ എത്ര ചാൻസ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 20,000 ഇൻറ്റു ഈ ആൻസർ ചെയ്യണം. അപ്പോൾ 19,604 കിട്ടും. ഇനി അടുത്ത് P(1) ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ എക്സ് ഏത് വാല്യൂ എടുക്കുക? 1 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് 0.019604 എന്നുള്ള ആൻസർ കിട്ടും. 20,000 എണ്ണത്തിൽ എത്ര എണ്ണം ചോദിക്കുമ്പോൾ ഇൻറ്റു ആ ആൻസറിനെ 20,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 392 കിട്ടും. അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ചാപ്റ്ററാണ്. LRPOT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആകെ 14 പ്രോബ്ലംസേ സോൾവ് ചെയ്തിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ലെസനാണ്. ഇന്നത്തോടുകൂടി ഈ ലെസൺ തീരും കേട്ടോ. അടുത്ത ദിവസം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാം. ഇനി ഈ ഒരു കാര്യം പഠിച്ചു വെക്കേണ്ടതാണ്, വേരിയസ് കോൺസ്റ്റൻറ്റ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ M ആണ്. ഇവിടെ ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷന് മാത്രം മീനും വേരിയൻസും സെയിമാണ്. വേരിയൻസ് എന്ന് പറഞ്ഞാലും M തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് √M. ഇത് പഠിച്ചു വയ്ക്കുക. ഇനി കമൻറ്റ് ഓൺ ദി ഫോളോയിങ്. For a Poisson distribution, mean is equal to 8, variance equal to 7. ഓക്കെ, മീൻ 8 ആണ്, വേരിയൻസ് 7 ആണെന്ന് പറയുന്നത്. കമൻറ്റ് ഓൺ ദി ഫോളോയിങ്, ഇത് കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും എന്താണ്? സെയിം ആവണം. അപ്പോൾ ഇത് സെയിം അല്ലാത്ത കാരണം ഈ തന്നിട്ടുള്ളത് എന്ത് ഡിസ്ട്രിബ്യൂഷൻ അല്ല? പോസോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ല. Okay, for a Poisson distribution, mean equal to variance. In the given information, mean and variance are not equal. So, the given is not a Poisson distribution. അപ്പോൾ ഇന്ന് ഇത്ര മതി. ഇതൊക്കെ നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുക. Thank you, children.